നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. യുവ ഇന്ത്യയെ കാണാൻ ആവേശത്തോടെ മുഖ്യമന്ത്രി. യുവത്വമാണ് ഇന്ത്യയുടെ നട്ടെല്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സർവീസിൽ നിന്ന് വിരമിക്കുന്ന തൃശൂർ റേഞ്ച് IG S ഗോപിനാഥിന് തൃപ്പയാറിൽ യാത്രയയപ്പ്. SYS SKSSF പുത്തൻപള്ളി യൂണിറ്റും സമസ്ത ഇസ്ലാമിക് സെന്ററും സംയുക്തമായി ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. യുവത്വമാണ് ഇന്ത്യയുടെ നട്ടെല്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കൊടുങ്ങല്ലൂരിൽ നടക്കുന്ന ദേശീയോദ്ഗ്രഥന ക്യാമ്പിൽ പ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. വർണ്ണവർഗ പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ചിന്തിക്കാൻ യുവാക്കൾക്കാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജനാധിപത്യത്തിന്റെ ശക്തി ജനങ്ങളുടെ വിശ്വാസം. ഒരു പട്ടാള ഭരണത്തിലാണെങ്കിൽ, ഒരു ഏകാധിപത്യത്തിലാണെങ്കിൽ ആ ഗവൺമെന്റിന്റെ ശക്തി എന്ന് പറയുന്നത് പട്ടാളക്കാരുടെയും പോലീസിന്റെ കയ്യിലുമുള്ള ആയുധങ്ങളാണ്. പക്ഷെ ജനാധിപത്യത്തിന്റെ ശക്തി ജനങ്ങളുടെ വിശ്വാസം. അത് തിരിച്ചറിഞ്ഞ് പൊതുപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തിക്കുന്നു. അത് തിരിച്ചറിയാത്ത സ്ഥലത്തൊക്കെ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഉള്ള ഇത്. ഞങ്ങൾ പരമാവധി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ ശ്രമത്തിനിടയിലും ചിലപ്പോൾ പരാജയങ്ങൾ ഉണ്ടായെന്ന് വരാം. പരാജയങ്ങൾ ഉണ്ടായാൽ അത് തിരുത്തി മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് എന്നും സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തെക്കുറിച്ച് ഉള്ള നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾക്ക് പ്രത്യേകമായ നന്ദി പറയുന്നു. എനിക്ക് ഈ ചോദ്യത്തിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങളോട് എനിക്കൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. നിങ്ങളുടെ ഈ കേരളത്തിൽ നിങ്ങൾ വന്നിട്ടുള്ളവരിൽ മഹാഭൂരിപക്ഷം ആളുകളും ആദ്യമായിട്ട് വന്നിട്ടുള്ളതാണ് എന്നെനിക്കറിയാം. നിങ്ങളുടെ ഈ ആദ്യ യാത്രയിൽ, ഈ ആദ്യ ദിവസങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ ഇവിടെ ചെലവിട്ടതിൽ നിങ്ങൾക്ക് കേരളത്തെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഉള്ളത് എഴുതി അറിയിച്ചാൽ അത് ഞങ്ങൾക്കൊരു വലിയ ഒരു കാര്യമായിരിക്കും. അതിനകത്ത് നല്ലതും എഴുതാം. കൂടുതൽ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തിരുത്തേണ്ടതായ ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. കാരണം ഒരുപക്ഷെ എനിക്ക് ചിലപ്പോൾ നല്ലത് മാത്രമേ കേൾക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള നിങ്ങളുടെ നെഗറ്റീവ് ആസ്പെക്ട് പ്രത്യേകിച്ച് പോസിറ്റീവ് ഉണ്ടെങ്കിൽ എഴുതിക്കോ. അത് കൂടുതൽ പോസിറ്റീവ് ആക്കാൻ വേണ്ടി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. TN പ്രതാപൻ MLA അധ്യക്ഷത വഹിച്ചു. യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ PS പ്രശാന്ത്, യൂജിൻ മൊറലി, K രാധാകൃഷ്ണൻ നായർ, VM ജോണി, KP സുനിൽകുമാർ, TM നാസർ തുടങ്ങിയവരും പങ്കെടുത്തു. യുവ ഇന്ത്യയെ കാണാൻ ആവേശത്തോടെ മുഖ്യമന്ത്രി എത്തി. കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറത്ത് നടക്കുന്ന ദേശീയോദ്ഗ്രഥന ക്യാമ്പിൽ മുഖ്യമന്ത്രിയുടെ സന്ദർശനം ആഘോഷമായി മാറി. സർവീസിൽ നിന്ന് വിരമിക്കുന്ന തൃശൂർ റേഞ്ച് IG S ഗോപിനാഥിന് തൃപ്പയാറിൽ ഉജ്ജ്വലമായ യാത്രയയപ്പ്. തൃശൂർ റൂറൽ ജില്ലാ ജനമൈത്രി പോലീസും തൃപ്പയാർ TSGയും സംയുക്തമായാണ് യാത്രയയപ്പ് ഒരുക്കിയത്. തളിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ IGക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകി. ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങിൽ ഗീതാ ഗോപി MLA അധ്യക്ഷത വഹിച്ചു. TSGയുടെ ഉപഹാരം ഭാരവാഹികളായ CG അജിത് കുമാറും CA മുഹമ്മദ് റഷീദും ചേർന്ന് IGക്ക് സമ്മാനിച്ചു. തൃപ്പയാർ ക്ഷേത്രത്തിന്റെ ഉപഹാരം ദേവസ്വം മാനേജർ KK രാജൻ,
കലശ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ PG നായരും ചേർന്ന് നൽകി. പരസ്പരം സ്നേഹിക്കുവാനും നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കുവാനും കളിക്കളങ്ങൾ തന്നെ സഹായിച്ചുവെന്ന് മറുപടി പ്രസംഗത്തിൽ IG പറഞ്ഞു. ഏതെങ്കിലും ഒരു അക്കാഡമിയോ പോലീസ് അക്കാഡമിയോ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഉൾപ്പെടെ പരിശീലനം നൽകിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഈ പരിശീലനങ്ങളിലോ അല്ലെങ്കിൽ പഠനങ്ങളിലോ ഒന്നും നേടിയ അറിവോ കഴിവോ പരിചയവുമായിട്ടല്ല ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എൻ്റെ കളരി, എൻ്റെ പഠനങ്ങൾ തുടങ്ങിയത്, എനിക്ക് അനുഭവങ്ങൾ സമ്മാനിച്ചത്, എനിക്ക് സൗഹൃദങ്ങൾ സമ്മാനിച്ചത്, എനിക്ക് നല്ല പാഠങ്ങൾ പഠിപ്പിച്ചത്, അതിന്റെ തുടക്കം കേരളത്തിലെ കളിക്കളങ്ങളിൽ നിന്ന് തന്നെയാണ് എന്ന് നിസ്സംശയം പറയാനുള്ളത്. നമുക്ക് പാഠപുസ്തകങ്ങളിൽ പഠിക്കാൻ കഴിയുന്നതിനേക്കാളേറെ അനുഭവിച്ച് പഠിക്കേണ്ടതായ പാഠങ്ങൾ, തോൽവിയുടേതായ അനുഭവങ്ങൾ, വിജയത്തിൻ്റെതായ അനുഭവങ്ങൾ, രാജ്യത്തിന്റെയും രാജ്യത്തിന് പുറത്തും നാനാഭാഗങ്ങളിൽ സഞ്ചരിക്കുകയും ആളുകളുമായി ഇടപെടാൻ കിട്ടുന്ന അവസരങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന അനുഭവവും അറിവുമൊക്കെ. തുടർന്ന് സൗഹൃദ വോളിബോൾ മത്സരവും അരങ്ങേറി. കൊച്ചി കസ്റ്റംസ് എതിരില്ലാതെ 3 സെറ്റുകൾക്ക് കേരള പോലീസിനെ പരാജയപ്പെടുത്തി. ജില്ലാ കളക്ടർ MS ജയ സമ്മാനദാനം നിർവഹിച്ചു. ഇരിങ്ങാലക്കുട DYSP PA വർഗീസ് ഉൾപ്പെടെ ജില്ലയിലെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. SYS SKSSF പുത്തൻപള്ളി യൂണിറ്റിന്റെയും സമസ്ത ഇസ്ലാമിക് സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ക്യാൻസർ രോഗ പ്രതിരോധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കൈപ്പമംഗലം MIC സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് VS സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. SYS പുത്തൻപള്ളി യൂണിറ്റ് പ്രസിഡന്റ് ബഷീർ പുനിലത്ത് അധ്യക്ഷത വഹിച്ചു. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത ബാബു, വൈസ് പ്രസിഡന്റ് PB താജുദ്ദീൻ, പുത്തൻപള്ളി മഹല്ല് പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് ഹാജി, PA അബ്ദുൽ അസീസ്, KS ഷിഹാബുദ്ദീൻ, PM റഫീഖ്, KA റഷീദ്, മുബാറക് വിളക്ക് പറമ്പ്, MH ആദിൽ എന്നിവരും സംസാരിച്ചു. പ്രൊഫസർ ഡോക്ടർ CS മധു ക്ലാസ് എടുത്തു. ഇതില് കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏതാണ്ട് 35,000 മുതൽ 40,000 വരെ പുതിയ രോഗികൾ ഒരു വർഷം കണ്ടുപിടിക്കപ്പെടുന്നു. ഇതില് മുഖ്യമായിട്ടും കേരളത്തിലെ 5 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലായിട്ടാണ് ചികിത്സ പലപ്പോഴും ചികിത്സയ്ക്കായി രോഗികൾ എത്തിച്ചേരുന്നത്. ഇതുകൂടാതെ അമല ക്യാൻസർ സെന്റർ, കാരിത്താസ് ക്യാൻസർ സെന്റർ, അതുപോലെ ചേർത്തലയിലുള്ള പ്രത്യാശ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്, മലബാർ ക്യാൻസർ സെന്റർ, തലശ്ശേരി ഉള്ള മലബാർ ക്യാൻസർ സെന്റർ, ഇങ്ങനെ തുടങ്ങി ഏതാനും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളോ സ്വയംഭരണ സ്ഥാപനങ്ങളോ മാത്രമേ നമ്മുടെ ഈ അസുഖത്തിന്റെ ചികിത്സയ്ക്കായിട്ട് നമ്മുടെ നാട്ടിൽ ഉള്ളൂ എന്നുള്ളത്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് ചൈത്രശില ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ സർഗാത്മക ക്യാമ്പ് സംഘടിപ്പിച്ചു. ചാമക്കാല IHDP കോളനിയിൽ സംഘടിപ്പിച്ച ക്യാമ്പ് സാഹിത്യകാരൻ അനിൽ കിള്ളികുളങ്ങര ഉദ്ഘാടനം ചെയ്തു. കൈപ്പമംഗലം ഇന്നത്തെ ഈ ക്യാമ്പോടുകൂടി, എടത്തിരുത്തിയിലെ ക്യാമ്പോടുകൂടി പഞ്ചായത്ത് തല ക്യാമ്പുകൾ, ബാലവേദി ക്യാമ്പുകൾ അവസാനിക്കുക. ഇത് കഴിഞ്ഞാൽ ഈ വരുന്ന 27-ാം തീയതി എല്ലാ പഞ്ചായത്തുകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളുടെ ഒരു ക്യാമ്പ്, വിപുലമായൊരു ക്യാമ്പ് പെരിഞ്ഞനം സെൻട്രൽ സ്കൂളിൽ വെച്ച് നടക്കുക. ആ ക്യാമ്പിന് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത് അമ്മയെ അറിയാൻ എന്നാണ്. നാം വസിക്കുന്ന ഭൂമിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രയാസങ്ങൾ ഇന്ന് മനുഷ്യവംശം നേരിടുകയാണ്. KC ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ ചന്ദ്രാപ്പിനി, SM ജീവൻ, BG വിഷ്ണു, TN തിലകൻ, ശശീന്ദ്രബാബു, KK ഗിരിജൻ എന്നിവരും സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഇടവേള.